പുസ്തകം 21 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൻ്റെ ബി പാർട്ടിൽ താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. യഹോവ സാറയോട് പറഞ്ഞ വാഗ്ദത്തം യഹോവ നിവർത്തിച്ചു കൊടുത്തു എന്ന വളരെ മനോഹരമായ, ഹൃദയത്തിന് കുളിർമയും വളരെ മനോഹരത്വമായ പദമാണ്. എന്നാൽ 20 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ പറയുന്നത് സാറ നിമിത്തം അബിമേലെക്കിൻ്റെ ഗ്രഹതലത്തുള്ള സകല ഗർഭത്തെയും അടച്ചു എന്ന വാക്ക്. പ്രിയമുള്ളവരെ, സാറയ്ക്ക് ദൈവം അവിടെ ഉദരത്തെ തുറന്ന് അനുഗ്രഹിക്കപ്പെട്ട ഇസഹാക്ക് എന്ന സന്തതിക്ക് ജന്മം കൊടുപ്പാൻ ഭാഗ്യം കൊടുത്തപ്പോൾ അബിമേലെക്കിൻ്റെ ഗ്രഹത്തിൽ സാർ നിമിത്തം അവർ ഉദരത്തെ മൊത്തം അടച്ചു. എന്താ അതിൻ്റെ വെളിപ്പാട്? ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ എടുക്കണം. ദൈവത്തിന് ഒരു സഭ, ഒരു വിശുദ്ധ ഗണം ദൈവത്തിന് ആവശ്യമാണ്. ആ വിശുദ്ധ ഗണം വളർന്നു പന്തലിക്കണമെന്ന് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. സ്തോത്രം. ആദാമ്യ കുലത്തിൽ പാപം കൊണ്ട് പെരുകി നശിച്ചപ്പോൾ അടുത്ത ദൈവം കണ്ടത് അബ്രഹാമിൻ്റെ കുടുംബത്തിനകത്തെന്നാണ്. ബിഗിനിങ്ങിലെ ആരംഭത്തിൽ പിശാച് കുടുംബങ്ങളെ മുഴുവൻ, സന്തതികളെ മൊത്തം അനാത്മികരാക്കി മാറ്റി, അശുദ്ധരാക്കി മാറ്റി. അങ്ങനെ ദൈവത്തിനകത്ത് ഇങ്ങനെ, കർത്താവിൻ്റെ ഉടനകത്ത് ഇങ്ങനെ ഒരു വിശുദ്ധ ഗണത്തെ കാത്തിരിക്കുമ്പോഴാണ് ദൈവം അബ്രഹാമിനെ സാറയെയും ആ പ്ലാനും എടുത്ത് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ആ പ്ലാൻ പൂർത്തീകരിക്കാതിരിക്കാൻ തക്കവണ്ണം അബിമേലെക്ക് അത് ശക്തമായിട്ട് പ്രവർത്തിച്ച് തന്നെ അവകാശിയാക്കി മാറ്റി, തന്നെ ആ പദ്ധതി മാറ്റുവാൻ തക്കവണ്ണ നിലയിൽ അബിമേലെക്ക് കൂടി പിശാചി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ച പൈശാചിക പ്ലാനിനോട് ദൈവത്തിന് കയ്പ് തോന്നിയിട്ടാണ് ദൈവം സാറ നിമിത്തം അബിമേലെക്കിൻ്റെ ഗൃഹത്തോട് ദൈവത്തിന് കയ്പ് തോന്നി ഉദരത്തെ അടച്ചു. എന്നാൽ ദൈവത്തിന് വേണ്ടി നിന്ന കുടുംബത്തിനകത്ത് ഇസഹാക്കിനെ കൊടുത്ത് വിശേഷമായ വാഗ്ദത്തം നിവർത്തിച്ചുവെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ സ്വർഗത്തിലെ കർത്താവ് തമ്പുരാൻ്റെ പദ്ധതിക്ക് വേണ്ടി കണ്ടതാണ്. നമ്മുടെ തലമുറയെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സഭയെ. പക്ഷെ ആ പദ്ധതിക്കൊന്നും നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പിക്കുവാൻ അഗാധമായ പ്ലാന് പിശാച് തയ്യാറാക്കുമ്പോൾ, ഇല്ല, പിശാചോ മനുഷ്യരെ എന്ത് പ്ലാൻ തയ്യാറാക്കിയാലും ദൈവത്തിൻ്റെ പദ്ധതി മാത്രമേ നിറവേറൂ. അഥവാ ആ പദ്ധതിക്ക് എഗൻസ്റ്റായിട്ട് ആര് നിന്നാലും അവരോട് യഹോവ സന്ദർശിക്കാതിരിക്കുകയില്ല. ഈ മാസം നമുക്ക് വിശ്വാസത്തോടെ പറയാം, എന്നോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നിവർത്തിക്കും. ആ വാഗ്ദത്തം നിവർത്തിക്കാതെ ഏത് വ്യക്തിത്വമോ, ഏത് സംഘടനയോ, ഏത് പ്രസ്ഥാനമോ, ഏത് കുടുംബങ്ങളോ, ഏത് പൈശാചികമായ പ്ലാനോ തല പൊക്കിയാലും അവരെ ന്യായം വിധിക്കുമ്പോൾ തന്നെ വാഗ്ദത്തം എനിക്ക് ദൈവം നിവർത്തിച്ച് തരും എന്ന് വിശ്വസിക്കാം. ദൈവം നമ്മെ അത്ഭുതമാക്കും. ഗോഡ് ബ്ലസ് യു.